അഹമ്മദാബാദ് വിമാനാപകടത്തിൽ രാഷ്ട്രീയ പോരും രൂക്ഷമാവുന്നു. AAIBയുടെ പ്രാഥമിക റിപ്പോർട്ട് പാർലമെന്റിൽ അടക്കം ചോദ്യം ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പൈലറ്റുമാരെ സംശയനിഴലിൽ നിർത്തരുതെന്നും അന്വേഷണം സുതാര്യമാക്കണമെന്നുമാണ് ആവശ്യം. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഇന്നലെ AAIBയുടെ പ്രാഥമിക റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ ബോയിങ് കമ്പനിയെ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഈ പൈലറ്റുമാരിലേക്ക് മുഴുവൻ കുറ്റവും ചുമത്തുന്ന തരത്തിലൊരു റിപ്പോർട്ടാണ് എന്നൊരു ആരോപണം ആദ്യഘട്ടം മുതൽക്കേ ഉണ്ട്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങളുണ്ട്? പൈലറ്റുമാർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുകളി നടക്കുന്നു എന്നാണോ? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾ? ഈ പ്രാഥമിക റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നതെന്നുള്ള വ്യോമയാന മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതായിരുന്നു. ഇതിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിനും ആ സമയത്ത് ഈ കട്ട് ഓഫ് ആയത്, ഈ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന സ്വിച്ചുകൾ അതെങ്ങനെയാണ് കട്ട് ഓഫ് ആക്കിയതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ചില അവ്യക്തതകളുണ്ട്. അത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതായത് ഒരു വിശദീകരണം നൽകുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു രണ്ട് സ്വിച്ചുകളും ഒരേ സമയം കട്ട് ഓഫ് ആകുന്നു. അത് പിന്നീട് പൈലറ്റുമാർ തന്നെയാണ് അത് റണ്ണിലേക്ക് മാറ്റുകയും ചെയ്തു. ഒപ്പം തന്നെ കോർപ്പിറ്റിൽ ഇരുന്നു കൊണ്ട് ഇരു പൈലറ്റുമാരും സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് ആരാണ് ഓഫ് ചെയ്തത്, ഞാനല്ല എന്ന് സഹ പൈലറ്റ് പറയുകയും ചെയ്യുന്നു. അതുമാത്രമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഒരു വലിയ വിവാദത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിലേക്കോ കൂടി ഈ കാര്യങ്ങൾ പോവുകയും ചെയ്തത്. കാരണം സ്വാഭാവികമായ ഒരു അട്ടിമറി സാധ്യതയൊക്കെ തള്ളിക്കളയാനാകില്ല എന്ന തരത്തിലുള്ള ചില ചർച്ചകളും ഉയർന്നു വരികയും ചെയ്തു. ഒപ്പം തന്നെ ഈ പൈലറ്റ്മാരെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ പൈലറ്റുമാർ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കിയതാണോ അല്ലെങ്കിൽ അവരാണോ ഇത് ചെയ്തതെന്നടക്കമുള്ള പല കോണുകളിൽ നിന്നും വ്യാപകമായ വിമർശനം ഉയരുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പൈലറ്റുമാരുടെ അസോസിയേഷൻ തന്നെ രംഗത്ത് വന്നിരുന്നു. കാരണം നേരത്തെ 2018 തന്നെ ഈ ഒരു സാങ്കേതികത്വം സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ ഈ കട്ട് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ റണ്ണിലേക്ക് മാറ്റുക എന്നുള്ള ഒരു ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതിൽ ഒരു പരിശോധന വേണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ 2018 തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിന്റെ പരിശോധനകൾ ഇതുവരെയും നടന്നിട്ടില്ല. മറ്റ് US കമ്പനികളും ഒക്കെ തന്നെ സമാനമായ രീതിയിലുള്ള ആവശ്യം മുന്നോട്ട് വെച്ചതും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങളെ മാത്രം പഴിചാരിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തിറക്കരുത്, സുതാര്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് പൈലറ്റ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. മറ്റൊന്ന്, പ്രതിപക്ഷം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത്രയും അവ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു, കൃത്യമായ അന്വേഷണം നടക്കാതെ ആരെയെങ്കിലും പഴിചാരിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. സ്വാഭാവികമായും ഈ മാസം 21-ന് പാർലമെന്റ് സമ്മേളനം ചേരാനിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ ഒരു റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം സഭയിൽ രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ നിലവിലെ സാഹചര്യങ്ങൾ, അതായത് ഈ റിപ്പോർട്ട് പരിഗണിച്ചത് എങ്ങനെയാണ് അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ വിശദീകരിക്കുകയും ചെയ്യും. നേരത്തെ ഇത്തരത്തിൽ ട്രാൻസ്പോർട്ട് മന്ത്രാലയം 8 മണിക്കൂറോളം നീണ്ട ചർച്ച, മാരത്തോൺ ചർച്ചകൾക്ക് ഒടുവിലൊക്കെ ആയിരുന്നു ഇതിൽ സംബന്ധിച്ചുള്ള ഒരു ധാരണയിലേക്ക് എത്തിയതും. ഒപ്പം തന്നെ ഈ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിടുന്ന, അതായത് പൊതുജനങ്ങളിലേക്ക് പുറത്തുവിടുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ മറ്റാരെങ്കിലും പഴിചാരിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൃത്യമായ വിശദീകരണം ഇല്ലാതെയോ എങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിച്ചു? അത് സുതാര്യമാക്കണം, അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം, എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ കൈമാറണം. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ അട്ടിമറി സാധ്യതയോ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു തരത്തിലുമുള്ള റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. അത് ഭരണപക്ഷത്തിനെതിരെ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർലമെന്റിലടക്കം വലിയ പ്രതിഷേധമുയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പൈലറ്റുമാരുടെ അസോസിയേഷൻ രംഗത്ത് വരുന്നത്. കൂടാതെ തന്നെ ഈ സാങ്കേതികത്വം അത് പരിഹരിക്കണം, കൃത്യമായ അന്വേഷണം നടക്കണം, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്. നേരത്തെ തന്നെ അതിൽ നിന്ന് ഈ പരിശോധനയിൽ തന്നെ വ്യക്തമായതാണ്. പറന്നുയരുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ട് സ്വിച്ചുകളും കട്ട് ഓഫ് ആയതാണ്. അതെങ്ങനെയാണ് ആയത് എന്നടക്കമുള്ള കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കണം. പക്ഷേ ഇത് വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ തന്നെ 1 വർഷത്തോളം സമയമെങ്കിലും എടുത്തേക്കും ഇത്തരത്തിലൊരു അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ എന്നുള്ളത് തന്നെയാണ്. എല്ലാ വർഷവും പരിശോധിച്ചു വരികയാണ് എന്നാണ് വ്യോമയാന മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ അടുത്തിടെ ഇവർ പറയുന്നതനുസരിച്ച് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് എത്താൻ സാധിക്കും. കൃത്യമായ വിവരങ്ങൾ പരിശോധിക്കുകയാണ്. എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് ഏതെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ ഉണ്ടായത് അല്ലെങ്കിൽ വിമാനത്തിൽ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും, ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ പൈലറ്റുമാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പിഴവുകൾ, അത്തരത്തിൽ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം ഈ പരിശോധന
യുടെ ഭാഗമായി വരും. അതെല്ലാം കോർത്തിരിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തുവിടുമെന്നുള്ളൊരു പ്രതികരണമായിരുന്നു വ്യോമയാന മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ പോരിലേക്ക് കൂടി ഈ വിഷയം മാറുകയാണ് എന്നുള്ളതാണ് ശ്രീജ ഈ ഒരു ഘട്ടത്തിലുള്ളത്. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.